സുഹൃത്തുക്കളെ നമസ്കാരം. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഷിംജിത എന്ന് പറയുന്ന ലേഡി അറസ്റ്റായിട്ട് ഇപ്പോൾ ഏകദേശം 2-3 ദിവസങ്ങളിലായി. 14 ദിവസം കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വരുന്നതല്ല, ഇപ്പോൾ ദീപകിനെതിരെ ഒരുപാട് ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഫെമിനിസ്റ്റ് ശ്രീലക്ഷ്മി, അതേപോലെ തന്നെ ചെഗു എന്ന് പറഞ്ഞിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെകുത്താൻ. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും 4 റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനിപ്പോൾ എന്ത് തോന്നിയാസം വിളിച്ച് പറഞ്ഞിട്ട് കഴിഞ്ഞാലും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. സമൂഹം മൊത്തം എതിരാകുമ്പോൾ അതിനെതിരെ പ്രതികരിച്ച് അതിന്മേൽ കൂടെ റീച്ച് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഈ ചെകുത്താനൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് വരും. പക്ഷെ നമ്മൾ പറഞ്ഞു തരുന്നതല്ല, ഒരുപാട് ട്രോൾസ് നമുക്ക് കാണുമ്പോൾ തന്നെ എന്തോ പോലെ ഉള്ള ട്രോൾസും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടു നോക്കുക, 2-3 ഫോട്ടോ നമുക്ക് ഈ ഒരു വിൻഡോയിൽ കാണിച്ചു തരാം. അതായത് ഇതൊക്കെ ഒരു മോശം പ്രവൃത്തിയാണ്. ഒരാൾ തെറ്റ് ചെയ്തു, ഓക്കെ, അതിന് ശക്തമായിട്ടുള്ള നടപടി സർക്കാരായാലും പോലീസുകാരും എടുത്തിട്ടുണ്ട്. 2 ആഴ്ചക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിലും വലിയ ഒരുപാട് ക്രിമിനൽ പ്രവർത്തികൾ ചെയ്ത് നടക്കുന്ന ആൾക്കാർ ഇന്ന് റോഡിലൂടെ ഇറങ്ങി നടക്കുന്നുണ്ട്. ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതൊരു ക്രിമിനൽ പ്രവൃത്തി തന്നെയാണ്, സംശയമില്ല. പക്ഷേ ഇതിലും വലുത് ഒരുപാട് ആളുകളെ 3, 4, 5, 10, 20 കേസുകളിൽ പ്രതികളായിട്ടുള്ള ആൾക്കാർക്ക് ഇതിലും നല്ല ശിക്ഷകൾ വാങ്ങിക്കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ ഈ ഒരു കേസിൽ ഒതുക്കരുത്. ഇപ്പോൾ ഇങ്ങനത്തെ ട്രോള്, ഇപ്പോൾ ഷിംജിത ജയിലിൽ വെച്ച് ഫുഡിന് വേണ്ടിയിട്ട് കരയുന്നത്, ഷിംജിത ജയിലിൽ നിലവിളിക്കുന്നത്, ഷിംജിതനെ തടവുകാർ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് AI ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് വൃത്തികെട്ട രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇറക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം അവരത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് ചോദ്യം ചെയ്യലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഷിംജിത എന്താ പറയുക, ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ദീപക് ബസ്സിൽ വെച്ച് ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കണം. അപ്പോൾ കേസ് അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കുന്ന ഭാവിയിൽ ഇവളൊരു നിരപരാധിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രോളിറക്കിയ ആൾക്കാർക്കൊന്നും അത് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. കേസ് ഒരു വീഡിയോനെ സംബന്ധിച്ചിട്ടില്ല, ഫോൺ പോലീസിൻ്റെ കയ്യിലുണ്ട്, അതിൽ വേറെ എന്തൊക്കെയുള്ളതെന്ന് പോലീസിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേസിൻ്റെ അന്തിമ വിധി തരണമെങ്കിൽ കോടതിയിൽ വിസ്താരം കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്കൊരു മനസ്സുഖത്തിനും ആത്മസംതൃപ്തിക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഇതൊരു മോശം പ്രവൃത്തിയാണ്. തെറ്റ് ചെയ്തു, അപ്പോൾ അതിനെ അറസ്റ്റ് ചെയ്യും. ഇതിലും വലിയ ഒരുപാട് സെലിബ്രിറ്റികൾ പുറത്ത് വിലസി നടക്കുന്നുണ്ട്. പേരൊന്നും ഞാൻ പറയണില്ല. ഇവരൊന്ന് അറസ്റ്റ് ചെയ്യാൻ പോയിട്ടോ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാത്ത ആൾക്കാരാണ്. പൈസ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാന്നുള്ള കോലത്തിലാണ് ഓരോ മൈൻഡ് സെറ്റ്. പേര് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? പോലീസ് ഒരുപാട് ലുക്കൗട്ട് നോട്ടീസ് അടിച്ച് അവസാനം കിട്ടിയില്ല, ലാസ്റ്റ് മുൻകൂർ ജാമ്യാപേക്ഷ കിട്ടി, അറിയില്ലേ? അപ്പോൾ ഇതിലും വലിയ ഒരുപാട് തെറ്റുകൾ ചെയ്ത ആൾക്കാർ പുറത്ത് ഇരിക്കുന്നുണ്ട്. നമ്മൾ ഒരു ഷിംജിതം ഒതുക്കാൻ പാടില്ല. ഷിംജിത ഓൾറെഡി കേസ് അവസാനിച്ചു. ഇനി ഒരു അവസരം നമുക്ക് ഷിംജിതക്ക് വേണ്ടിയിട്ട് നന്നാക്കാനും കൊടുക്കുക. അതിനെന്താ, ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് കണ്ട് കാലാകാലം ആ തെറ്റ് ചെയ്ത ആ വ്യക്തിനെ ക്രൂശിക്കപ്പെടുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. ഇപ്പം ഷിംജിതക്ക് ഒരു മനസ്താപം വരാണ്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് മോശമല്ലോ എന്ന് പറഞ്ഞ് കുറച്ച് കാലം ജയിലൊക്കെ കിടന്ന് നന്നായി വരുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യല്ലോ വേണ്ട. അല്ലാതെ ഒരാളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മരിക്കോളം അയാൾ ഒരു തെറ്റുകാരിയും കൊലപാതകയും ക്രിമിനൽ വണ്ടിയിലോട് മാറി വരണ്ടേ? എന്നാലല്ലേ ആ ജയിൽ എന്നുള്ളതിന് ആ ഒരു സംഭവത്തിനൊരു പ്രസക്തി ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രോൾ ഉണ്ടാക്കുന്നതിനോട് നമുക്ക് തീരെ യോജിപ്പില്ല. നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം ഉണ്ടാവും. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളി, പ്രശ്നമൊന്നുമില്ല. ഓക്കെ എന്നാൽ.